കുടുംബക്കാരെ എല്ലായിടത്തും പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അമ്പലം അടുത്ത് എത്രയും പെട്ടെന്ന് അടുത്ത അമ്പലം വഴിയുള്ള കാര്യങ്ങൾ എല്ലാരും ഒന്ന് നിക്ക്. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ ഇപ്പൊ അമ്പലം പണിയുന്നതിന്റെ കാര്യം നോക്കണമെന്ന് പറഞ്ഞു. നമ്മൾ അമ്പലം പണിയുന്നതിന്റെ കാര്യത്തിനകത്ത് ഡോണ്ട് പറയും, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമ്മുടെ അമ്പലം പണിയാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ യഥാർത്ഥ കണക്കെടു കളിയാ. ഇന്നത്തെ ഈ ദിവസം വരുമാനത്തിന്റെ കണക്കൊന്നും തുടങ്ങിയ ഒന്നെടുക്കളിയാ. സമയം പോകുന്നു. ഇനിയിപ്പോ കാര്യങ്ങൾ കഴിഞ്ഞില്ലല്ലേ? ഇന്നത്തെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി. ഇതിന് മുമ്പുള്ളതാ ബോധിപ്പിച്ചിട്ടില്ല. പിന്നെ അതുല്യ, അബി, അനിൽകുമാർ, അജയ് ഘോഷ്, വിനോദ്, അനിൽകുമാർ. അല്ല, ആരെങ്കിലും ഇനി ഒപ്പിടാനുണ്ടോ? ഒപ്പിടാനുണ്ടോ? നമ്മുടെ പറയട്ടെ. നമ്മുടെ ക്ഷേത്രത്തിൽ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്തുവായിരുന്നു ഞാൻ പറയാം. അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ വാർഷികം മഹോത്സവം കഴിഞ്ഞിട്ട് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കൽ, ക്ഷേത്രത്തിൽ പുതിയ ഭദ്രകാളിക്കായി ശ്രീകോവിൽ നിർമ്മാണം ആയി ബന്ധപ്പെട്ടുള്ള ചർച്ച, പിന്നെ ക്ഷേത്രത്തിൻ്റെ ഭദ്രകാളിയുടെ ശ്രീകോവിൽ ആയി ബന്ധപ്പെട്ടുള്ള മറ്റ് ചർച്ചകൾ എന്നിവയാണ് ഇവിടെ നടന്നത്. അപ്പോൾ അതിനകത്താണ് തീരുമാനങ്ങൾ. നമ്മൾ ഒരുപാട് ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടക്കും. കമ്മിറ്റി ചർച്ചകൾ നടക്കുകയും നടന്നതിൽ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുകയും തീരുമാനിക്കുകയും ചെയ്തു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തിയതിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റായി അബി നിവാസ് പാലക്കടയിൽ ഏകകണ്ഠമായി തീരുമാനത്തെ തെരഞ്ഞെടുക്കുകയും ക്ഷേത്ര സെക്രട്ടറി തെരഞ്ഞെടുക്കുകയും ജോയിന്റ് സെക്രട്ടറിയായി ഖജാൻജിയായി ഇത്രയും ക്ഷേത്ര രക്ഷാധികാരിയായി അരുൺ നിവാസ് പാലക്കടയെ ക്ഷേത്ര സംരക്ഷണ പ്രസിഡന്റായി അനിൽ പങ്കജവിലാസത്തിന് പിന്നെ ക്ഷേത്രത്തിൻ്റെ മൊത്തം മേൽനോട്ടമായി ദൈനംദിന കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഗീത അരുൺ നിവാസിനെയും പങ്കജവല്ലി പാലക്കടയെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. യാതൊരു ഓക്കെ അല്ലേ? എല്ലാം ക്ലിയറല്ലേ? പിന്നെ അതേ കണക്ക് കൺവീനറായിട്ട് അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൺവീനറായിട്ട് വിനോദ് കിളിക്കൂട്, പിന്നെ അതേ കണക്ക് മറ്റേ അഖിൽ ബാബു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, ചെതിക ചേച്ചി, ഇത്രയും പേരെ തെരഞ്ഞെടുത്തു.